സോ ഹേ ഗൈസ്, എല്ലാവർക്കും ന്യൂ ഗെയിംസ് മറ്റൊരു എല്ലാവർക്കും ഒരിക്കലും കൂടെ സാധനം. സോ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കുന്നതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു മറ്റേ നമ്മുടെ ഫസ്റ്റ് വേൾഡ് സീരീസിൽ ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്കും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു ചെസ്റ്റ് വെക്കണം. ചെസ്റ്റും ഹോപ്പറും. എനിക്ക് ഹോപ്പറില്ല എൻ്റെ ഫസ്റ്റ് വേൾഡിൽ. അപ്പോൾ റെഡ് സ്റ്റോൺ വേണം. നമുക്ക് മൊത്തം 4 ഹോപ്പർ വേണം. അപ്പോൾ 4 ഹോപ്പർ ഉണ്ടാക്കാനായിട്ട് ഒരു എങ്ങനെയാണ് 4 റെഡ് സ്റ്റോണും 4 റെഡ് സ്റ്റോൺ 20 അയണാണെന്ന് തോന്നുന്നത്. അയൺ മസ്റ്റേർഡ് വേണം. എന്നിട്ട് നമുക്ക് നേരെ ഇതിൻ്റെ പുറകെ പോയി. അവിടെയൊക്കെ ഞാൻ പല ഇതിൽ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് സിൽക്ക് ടച്ച് വേണം. ബ്രേക്കിംഗ് 3, എഫിഷ്യൻസി 5, മെൻഡിങ്. ഒരു നെതർ പിക്കാക്സിൻ്റെ ഗോഡ് പിക്കാക്സ് ആണ്. അപ്പോഴത്തേക്കും നമ്മൾ ആദ്യമേ ഒരു ചെസ്റ്റ് ഇങ്ങനെ ഇപ്പോൾ ഒരു ചെസ്റ്റ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്തിട്ട് ഇവിടെ ഒരു ഇത്ര ഹോപ്പർ കാണാം. അപ്പം നമ്മൾ ചെസ്റ്റിൻ്റെ നേരെ പോയിന്റ് വെച്ചിട്ട് 1 2 3 4 ബ്ലോക്ക് ആയിട്ട് ഇങ്ങനെ വെക്കണം. ഇത് നമുക്ക് ഹോപ്പറിൻ്റെ അതായത് സ്റ്റിക്കി പിസ്റ്റൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് കോബൽ സ്റ്റോൺ ജനറേറ്ററായിട്ട് യൂസ് ചെയ്യാം. സാധാ പിക്കാക്സി എടുക്കുമ്പോഴത്തേക്ക് കോബൽ സ്റ്റോൺ ഇത് സോഡ് ഇത് കിട്ടുമല്ലോ. അപ്പോൾ സിൽ ടച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഇതാക്കി എടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിട്ടിയ ശേഷം നമ്മൾ ഇവിടെ 5 ബ്ലോക്ക് പ്ലേസ് ചെയ്യണം. 2 3 4 5 5 ബ്ലോക്ക് പ്ലേസ് ചെയ്തിട്ട് ഇവിടെ 3 ബ്ലോക്ക് വെക്കണം. 2 3. ഇനി തിരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് 5 ബ്ലോക്ക് വെക്കണം. എന്നിട്ട് ഇവിടെ നമ്മളിങ്ങനെ 2 ബ്ലോക്ക് എക്സ്ട്രാ ആക്കി വെക്കണം. ഇങ്ങനെ വേണം വെക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഓപ്പർ ഒരെണ്ണം പൊട്ടിപ്പോയി. ഒരു മിനിറ്റ് ഗൈസ്, ആ ഓപ്പർ പൊട്ടിപ്പോയരുത്. ഓപ്പർ പൊട്ടിപ്പോയാൽ വെക്കാൻ പാടായിരിക്കും. ഗൈസ്, ഞാനൊന്നും കൂടെ വെക്കട്ടെ. ഓക്കെ, ഇനി ഇതിന് ശേഷം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റെയർ വെക്കണം. ഇത് മൊത്തം 1 2 4 സ്റ്റെയർസ് വെച്ചിട്ട് ഇവിടെ ഒരു സൈൻ വെക്കണം. സൈൻ ബോർഡ് വെക്കണം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അതായത് പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സബ്സ്ക്രൈബ്. ഓക്കെ, ഇത്രേ ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ വെള്ളം കൊണ്ട് ഇങ്ങനെ കിടക്കും. അത് കഴിഞ്ഞിട്ട് മേളിലോട്ട് പിന്നെ ഒരു ബ്ലോക്ക് എടുത്ത് വെക്കണം. പിന്നെ ഒരു ബ്ലോക്ക് എടുത്തിട്ട് ഇങ്ങനെ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഈ സൈഡിൽ ലാവ ഇടണം. അത് കഴിഞ്ഞിട്ട് ഈ കോബൽ സ്റ്റോൺ എടുത്ത് പിന്നെ കോബൽ സ്റ്റോൺ ഒരു മിനിറ്റ് കോബൽ സ്റ്റോണായിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഞാൻ എന്തിനാ ഇത് ചെയ്യണതെന്ന് വെച്ചാൽ ഒന്നും കൂടി ഇതാകാൻ വേണ്ടിയാണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു കോബൽ സ്റ്റോൺ എടുത്ത് ഇവിടെ ഇങ്ങനെ, അതായത് ഈ ലാവ ഇതായി പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ കോബൽ സ്റ്റോൺ എടുത്തിട്ട് ഇങ്ങനെ നോക്കുന്നത്. നമ്മുടെ വീട് ഞാനിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത്, പക്ഷേ ഇത്ര ഉണ്ടാക്കിയാൽ നമ്മുടെ ഒരു ജനറേറ്റർ റെഡിയാവും. എന്നിട്ട് നേരെ ഇതിൻ്റെ മോളങ്ങ് മൂടുക. ഇത്രയുള്ള നമ്മുടെ കോബൽ സ്റ്റോൺ ജനറേറ്റർ. ഞാനിപ്പോൾ മോസ്പോണിങ്ങൊക്കെ ഓഫാക്കി വെച്ചേക്കുന്നു. ഇനി ഞാൻ എൻ്റെ ഗെയിം മോഡ് നേരെ സർവൈവലാക്കാൻ പോവാണ്. സർവൈവലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാ പിക്കാക്സ് കൊണ്ട് പൊട്ടിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഡയറക്റ്റ് ഇത് വന്നിട്ട് വേണം എടുക്കാനായിട്ട്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൈഡിലുള്ള ഏതെങ്കിലും കോബൽ സ്റ്റോൺ ഈ ലാവ ഇങ്ങോട്ട് വരും. അത് നമുക്ക് കുളമായി പോവും. ഓക്കെ, അപ്പോഴത്തേക്ക് ഇതിൽ അത് കത്തിപ്പോയി. ഓക്കെ, ഇത് കോബൽ സ്റ്റോൺ വീഴുന്നുണ്ട്. ഓപ്പറിൽ വീഴാഞ്ഞിട്ടായിരിക്കും.
ഹോപ്പർ അപ്പുറത്തെ ഹോപ്പറൊക്കെ കംപ്ലൈൻ്റ് ആണ് ഗൈസ്. ഈ അപ്പുറത്തെ ഹോപ്പർ ഞാൻ വെച്ചാൽ ശരിയാവുന്നിട്ട്, കാരണം അവിടെ പൊട്ടിയിട്ട് പിന്നെ ഞാൻ നോക്കിയില്ലല്ലോ. അതുകൊണ്ടാണ് ഈ ഫ്രണ്ട് ബ്ലോക്ക് പൊട്ടിക്കുമ്പോഴേ നമുക്കിത് കിട്ടുള്ളൂ. അഞ്ചെണ്ണം കിട്ടും, കംപ്ലൈൻ്റ് ഒന്നുമില്ല. 1 2. ഇനി നമ്മൾ ഈ സിൽടെക്സ് എടുത്തിട്ട് പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് വേഗം സ്റ്റോണായിരുന്നു, കണ്ടില്ലേ, സ്റ്റോൺ കിട്ടും. അപ്പം ഞങ്ങൾക്ക് നിങ്ങളത് നേരെ കൊണ്ടൊന്ന് ചെയ്തെടുത്താൽ മതി. ഈ വെള്ളം വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഈ സ്റ്റോൺ ഉണ്ടാക്കി കിട്ടുന്നത്. അപ്പോൾ ഇവിടെയുള്ള എന്തൊരു ബ്ലോക്ക് പൊട്ടിയിട്ടുണ്ട്. അതാണ് ഗൈസ് ഇങ്ങനെ സ്പീഡിൽ പൊട്ടിക്കരുതെന്ന് പറഞ്ഞാൽ, ആ സ്പീഡ് പൊട്ടിച്ചുകൊണ്ടാണ്. ഇതിൻ്റെ അടുത്ത് പൊട്ടിക്കുമ്പോഴത്തേക്ക് തന്നെ കിട്ടും. ഇപ്പോൾ ശരിയായിട്ടുണ്ട്. ഈ ലാഭം എത്തേച്ച് അടി വരാണ്ട് നോക്കണം. ഇങ്ങനെ 1 സെക്കൻഡ് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം എടുക്കാൻ. അപ്പോൾ നിങ്ങൾ ഇത്രയും കാണില്ല. ഇപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഈ ഒരു സ്റ്റോൺ ജനറേറ്റർ എന്ന് വെച്ചാൽ അവിടെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന വേറെ സ്റ്റോൺ ജനറേറ്ററാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ കോബിൾ സ്റ്റോൺ ജനറേറ്ററൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യാൻ, അപ്പോൾ അതിനകത്ത് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ബൈ.